ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു കേട്ടോ. ആവശ്യങ്ങൾക്ക് മാത്രം ആവരുത് ബന്ധങ്ങൾ, അത് മനുഷ്യനോടായാലും ദൈവത്തോടായാലും. സത്യമാണത്. കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണെങ്കിലും നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മൾ ദൈവത്തെ വിളിക്കുള്ളൂ. ദൈവം ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ദൈവത്തിന് ഇല്ലാത്ത പഴികളില്ല, ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ചെയ്ത് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വരുമ്പോഴും പിന്നെ നമ്മൾ അപ്പോഴേ അന്വേഷിക്കുന്നുള്ളൂ. ചില ആൾക്കാർ പറയും ദൈവം ഉണ്ടോ, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കൂല. എന്നെ സംബന്ധിച്ച് ഞാൻ അതിനൊരു വിശദീകരണം ഒന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയണം. അത് എന്താ പറയാ, ചില ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉൾക്കൊള്ളാം, ഇല്ലാത്ത ആൾക്കാർക്ക് ഉൾക്കൊള്ളണ്ട. ദൈവം നമുക്ക് തന്ന ആരോഗ്യം, ആയുസ്, അംഗവൈകല്യമില്ലാത്ത ശരീരം, നല്ല ബുദ്ധി, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇപ്പം പല ഹോസ്പിറ്റലുകൾ കണ്ടിട്ടുണ്ട്, ഈ കുട്ടികൾക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അവിടെ നമുക്ക് കാശ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. അവസാനം അവിടുത്തെ ഒരു ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, പോയവർക്കറിയാം, അല്ലെങ്കിൽ ഈ കുട്ടികളെ എന്നല്ല ഏതൊരു വിഷയമാണെങ്കിലും ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണെന്ന്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വിളിക്കും. അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അന്വേഷിക്കും. അപ്പം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷനോ ഒന്നുമല്ല ഞാനിത് പറഞ്ഞത്. അപ്പം എന്താ പറയാ, നമ്മൾ ഇതൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് ദൈവം ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് സ്വയം നമ്മളെന്ന് നോക്കുക. നമുക്ക് എന്തിനെങ്കിലും നമ്മളെ മുന്നിൽ കൈയില്ലാത്ത ആള്, കാലില്ലാത്ത ആള്, സംസാരിക്കാൻ പറ്റാത്ത ആള്, കണ്ണ് കാണാൻ പറ്റാത്ത ആള്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ മുന്നിൽ വന്നിട്ടുണ്ടാവും. അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്കതൊന്നുമില്ല. ദൈവം അവർക്ക് കൊടുത്ത കുറവുകളായിട്ടല്ല. ചില ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാർക്കാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടിട്ടുണ്ട് ഓരോ പോസ്റ്റുകളിലൊക്കെ, അവർക്കാണ് കൂടുതൽ പ്രസന്നതയും നമ്മളെക്കാട്ടും കൂടുതൽ സന്തോഷവും ദൈവത്തോടുള്ള ഭക്തിയൊക്കെ കൂടുതലുള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് കൊടുത്ത ആ ഒരു അതെങ്കിലും കിട്ടിയല്ലോ എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. മനുഷ്യനും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് അവർക്ക് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് എന്താണ്, എല്ലാവരും നമ്മളെ മനസ്സുകൊണ്ട് ചെയ്യുന്നതെന്നല്ല അവർ കരുതുക. അവരെന്താണ്, അവരവകാശമായിട്ടാണ്. അപ്പം ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമുക്ക് ഒരാളെടുത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടുമ്പം നമ്മൾ അവരെ ഓർക്കുക, ദൈവത്തോടെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക.